നമ്മളിന്ന് വന്നിരിക്കുന്നത് ആലുവ പെരുമ്പാവൂർ ബസ് റൂട്ടിനോട് വളരെ അടുത്തായിട്ട് ചുണങ്ങവേലിയിലാണ്. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കും ആലുവ ജംഗ്ഷനിലേക്ക് 6 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. അവിടെയായിട്ട് നല്ലൊരു ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 3 സെൻറ്റ് സ്ഥലത്തിൽ 1400 സ്ക്വയർ ഫീറ്റിൻ്റെ സെമി ഫർണിഷ്ഡ് ഹൗസാണ് ഇന്ന് നമ്മൾ കാണാൻ വന്നുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് വരാം. സ്ലൈഡിംഗ് ഗേറ്റും ഫോൾഡിംഗ് ഗേറ്റും തന്നെയാണ് കൊടുത്തുള്ളത്. നല്ലൊരു ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. CNC കട്ടിങ് വരുന്നുണ്ട്. നേരെ നമുക്ക് പോർച്ചിലേക്ക് വരാം. കടപ്പ കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസും തന്നെയാണ് കൊടുത്തുള്ളത്. വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പോർച്ച് സീൽ ചെയ്ത് LED ലൈറ്റിലേക്ക് കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. CCTV ക്യാമറയ്ക്കുള്ള പ്രൊവിഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇവിടെ കിണറാണ് എന്നുള്ളത്. വെട്ടുകൾ പ്രദേശമാണ്. നല്ല വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. വെള്ളത്തിന് ക്വാളിറ്റി ഉണ്ടാവും. നമുക്ക് കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ മോട്ടറിന് സ്വിച്ച് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന വർക്കുകളാണ് ഇവിടെ കാണുന്നത്. ഒരു വുഡിൻ്റെ പാറ്റേണിലുള്ള ടൈലാണ് ഒട്ടിച്ചുള്ളത്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇവിടെയും ക്യാമറയുടെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. സെറ്റ് ബാക്ക് കറക്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് 2 സൈഡും സ്പേസ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി വീടിനകത്തേക്ക് വരാം. സിറ്റ് ഔട്ട് ഗ്രാനൈറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ലിപ്പോത്ര ഗ്രാനൈറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലെ ഡോറ് തന്നെ വ്യത്യസ്തമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റീലിൻ്റെ ക്വാളിറ്റി ഉള്ള ഡോറ് കൊടുത്തിട്ടുണ്ട്. നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ 2 പീസ് ഡോറാണ് വന്നുള്ളത്. നേരെ അകത്തേക്ക് വരാം. ഈ ഡോറിന് 10 വർഷത്തെ ഗ്യാരണ്ടിയും കൂടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. ലിവിങ് സ്പേസ് സെപ്പറേറ്റഡ് ആണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലിവിങ് സ്പേസിലാണ്. അതായത് ഡൈനിങ്ങും ലിവിങ്ങും സെപ്പറേഷനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ടാണ് സീലിംഗ് വർക്ക് കൊടുത്തുള്ളത്. ഫാൾ സീലിംഗ് ഒക്കെ നല്ല ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഇൻറ്റീരിയർ ഡിസൈൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. T യൂണിറ്റ് ആണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കളർ പാറ്റേൺ ഒക്കെ ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുള്ള വർക്കുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നല്ല C ടൈപ്പിൽ നമുക്ക് സെറ്റീസ് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് കിട്ടി. ഇനി നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഈ ഡൈനിങ് ഏരിയയിലേക്ക് വരുന്ന സെപ്പറേഷനാണ് ഈ കാണുന്നത്. ഭംഗിയായിട്ട് അതും ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. മൈക്ക ലാമിനേഷനാണ് വന്നുള്ളത്. നേരെ ഡൈനിങ്ങിലേക്ക് വരാം. നല്ലൊരു ഡൈനിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഫുൾ ഓപ്പണിംഗ് ആണെന്ന് വെച്ചാൽ അങ്ങനെയല്ല കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ചെറിയൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. അവിടെയായിട്ട് നല്ലൊരു CNC കട്ടിങ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. അപ്പം ഇവിടുന്ന് നമുക്ക് ഫുഡ് സെർവ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട്, അതായത് ഈസ്റ്റ് സൈഡിൽ നല്ലൊരു ജനൽ കൊടുത്തിട്ടുണ്ട്. ബേ വിൻഡോ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കുഷ്യൻ കൊടുത്ത് നമുക്ക് ഇവിടെ ഇരിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ സാധനങ്ങൾ വയ്ക്കാനുള്ള സ്പേസ് ആയിട്ട് ഇതിനെ മാറ്റിയെടുക്കാം. മേലെ ഭംഗിയായിട്ട് സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇപ്പോൾ വാഷ് ഏരിയ ആണെങ്കിൽ തന്നെ മാറി ഒതുങ്ങിയാണ് അത് ചെയ്തിട്ടുള്ളത്. നല്ലൊരു കൗണ്ടർ വാഷ് സ്പേസും കിട്ടിയിട്ടുണ്ട്. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് കൊടുത്തുള്ളത്. സെറയുടെ ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. മിറർ വരുന്നുണ്ട്. ബാക്കിലെ ബാക്ക്ഗ്രൗണ്ട് ടൈലാണെന്നുണ്ടെങ്കിൽ വുഡിൻ്റെ ടെക്സ്റ്റുള്ള ടൈല് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. അതിൻ്റെ മേലെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ക്ലീനിങ് ലോഷനൊക്കെ വെക്കാനുള്ള ഇത് തന്നെ ധാരാളമാണ്. ഇനി നമുക്ക് കിച്ചണിലേക്ക് വരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കിച്ചണിലാണ്. സൗത്ത് ഈസ്റ്റ് ഭാഗത്താണ് കിച്ചൺ വന്നുള്ളത്. അപ്പം ഈസ്റ്റിലേക്ക് നമുക്ക് പാചകം ചെയ്യാവുന്നതിന് വേണ്ടിയിട്ട് ഫുഡും ഹോബും അറേഞ്ച് ചെയ്യാം. ഓൾറെഡി ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ഫാബർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ നല്ലൊരു ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. 3 പാളി ജനലും വന്നിട്ടുണ്ട്. ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. കളർ പാറ്റേണും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. മേലെയും സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. വുഡിൻ്റെ ടെക്സ്റ്റുള്ള മാറ്റ് ടൈലാണ്. 4x2 ടൈലാണ് താഴെ ഒട്ടിച്ചുള്ളത്. ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വന്നിട്ടുണ്ട്. 2 ടാപ്പും വരുന്നുണ്ട്. ഈ ഭാഗം സൗത്ത് സൈഡാണ്. അവിടെയും 2 പാളി ജനൽ വന്നിട്ടുണ്ട്. അപ്പോൾ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊണ്ടും നല്ല ഭംഗിയായിട്ട് ഒരുക്കിയിരിക്കുന്ന കിച്ചൺ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വർക്ക് ഏരിയയിലേക്ക് വരാം. വർക്ക് ഏരിയ കംപ്ലീറ്റ് ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല സേഫ് ആയിട്ടുള്ളൊരു വർക്ക് ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു L ഷേപ്പിലൊരു L ബ്രാക്കറ്റും ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിലൊരു സ്ലാബും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പേസും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഗ്യാസ് വെക്കുന്ന സിലിണ്ടർ വരുന്നത് ഔട്ട് സൈഡാണ്. ഇങ്ങനെ 2 സിലിണ്ടർ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. നേരെ നമ്മൾ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. മാസ്റ്റർ ബെഡ്റൂം ഭംഗിയായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. നല്ലൊരു കിങ് സൈസ് ബെഡ് ഒരുക്കിയിട്ടുണ്ട്. ബാക്കിൽ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല കിങ് സൈസ് ബെഡ് ഒരുക്കിയിരിക്കുന്നത് ഗർജൻ പ്ലൈവുഡിൽ തന്നെയാണ്. 2 സൈഡിലും സ്റ്റോറേജ് സ്പേസ് ആയി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഓട്ടോ ക്ലോസ് ആണ്.
അപ്പോൾ നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയ ബെഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. വാൾഡ്രോബ്സ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 2 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിലും ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളുമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാത്റൂമിൻ്റെ മേലെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കുഷനും മറ്റും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പേസ് നമുക്ക് യൂസ്ഫുൾ ആണ്. അപ്പോൾ നല്ലൊരു കുഷനായി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു ബുക്സൊക്കെ വായിച്ചിരിക്കാനുള്ള നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് ഇവിടുത്തെ ഉള്ളത്. സെറയുടെ ഒരു സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. 3-way മിക്സഡ് ടാപ്പ്, റെയിൻ ഷവർ, വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കൊരു മിററും കൂടി ഇവിടെ കൊടുക്കാവുന്നതാണ്. അവിടെ ഹീറ്ററിൻ്റെ പോയിന്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകളൊക്കെ സ്പോട്ട് ലൈറ്റുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. താഴെ മാറ്റ് ടൈല് ഭിത്തി ഗ്ലോസിയാണ്. ഫൈബർ ഡോറാണ് വന്നുള്ളത്. നല്ലൊരു ഫൈബർ ഡോർ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഡോറുകളെല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഡോറ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനൊരു കളർ പാറ്റേണും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അപ്സ്റ്റെയറിലേക്ക് പോകാം. സ്റ്റെയർ തന്നെ വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ക്യാമറയുടെ ലൈനാണ് വലിച്ചിട്ടുള്ളത്. DVR വയ്ക്കാനുള്ള സ്പേസ് നമുക്ക് സ്റ്റെയറിനടിയിലായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻവെർട്ടറും മറ്റുമൊക്കെ സ്റ്റെയറിനടിയിലാണ് പവർ പോയിന്റ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ തന്നെ വ്യത്യസ്തമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഫുള്ള് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റീലിൻ്റെ ഫ്രെയിമിൽ വുഡ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ലൊരു ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മേലേക്ക് കയറാം. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിലാണ് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. സ്റ്റീലിൻ്റെ ഫ്രെയിമിൽ നല്ല ക്വാളിറ്റിയുള്ള വുഡ് കൊണ്ട് ഫ്രെയിം ചെയ്തിട്ടാണ് നല്ല ഭംഗിയുള്ള ഈ സ്റ്റെയർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഹാൻഡിലെല്ലാം വുഡിൽ തന്നെ നല്ല ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അപ്പർ ലിവിങ് സ്പേസിലാണ് നല്ല വലിപ്പമുള്ള ഒരു യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗർജൻ പ്ലൈവുഡിൽ ലാമിനേഷൻ ചെയ്തിരിക്കുകയാണ്. ഇതിൽ തടിയുടെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് സോഫ സെറ്റ് ഇടാവുന്നതാണ്. മേലെ ഭംഗിയായിട്ടാണ് സീലിംഗ് വർക്ക് കൊടുത്തിട്ടുള്ളത്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ടുള്ള ഗ്ലാസിൻ്റെ വർക്കും അതിനോട് ചേർന്ന് തന്നെയായിട്ട് പെർഗോളാസിൽ ഗ്ലാസിൻ്റെ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം. നമ്മളിപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിലാണ് വരുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ മാസ്റ്റർ ബെഡ്റൂം വന്നുള്ളത്. കിങ് സൈസ് ബെഡ് ഒരുക്കിയിട്ടുണ്ട്. സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റും വരുന്നുണ്ട്. ഇവിടെ 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട്. ഫ്രഞ്ച് വിൻഡോസ് ആയിട്ടാണ് ഇവിടെ ബെഡ്റൂമിൻ്റെ വിൻഡോസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല വിൻഡോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. ബാത്റൂമിൻ്റെ മേലെയും സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. അതും ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാത്റൂമിലേക്ക് വരാം. 3-way മിക്സഡ് ടാപ്പ്, റെയിൻ ഷവർ, സിംഗിൾ പീസ് ക്ലോസറ്റ്, വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിന്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാത്റൂം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നേരെ ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. കിഴക്ക് വശമാണിത്. 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റോട് കൂടിയ കിങ് സൈസ് ബെഡ് കൊടുത്തിട്ടുണ്ട്. സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. നല്ലൊരു കളർ പാറ്റേൺ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെല്ലാം ഭംഗിയായിട്ട് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ബെഡ് സ്വിച്ചൊക്കെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. മേലെ ഫാൾ സീലിംഗ് വർക്കും ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. 2 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നല്ലൊരു വലിപ്പമുള്ളൊരു ഡ്രസ്സിംഗ് ടേബിൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ മേലെയായിട്ട് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അതായത് ബാത്റൂമിന് മേലെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നേരെ ബാത്റൂമിലേക്ക് വരാം. സിംഗിൾ പീസ് ക്ലോസറ്റ്, വാഷ് ബേസിൻ, ഹീറ്ററിൻ്റെ പോയിന്റ്, 3-way മിക്സഡ് ടാപ്പ്, റെയിൻ ഷവർ ഒക്കെ കൊടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. താഴെ മാറ്റ് ടൈല് ഭിത്തി ഗ്ലോസിയാണ്. നല്ലൊരു ഫൈബർ ഡോറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 ബെഡ്റൂമും ഭംഗിയായിട്ട് കവർ ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് വരാം. നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ കിട്ടിയിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പവർ പോയിന്റ്, വാട്ടർ ലൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു ഇളം തിണ്ണയും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സാധനങ്ങൾ വെക്കാനായിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. ഇത് ടൈൽ വർക്ക് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്ത് മറയ്ക്കാവുന്നതാണ്. താഴെ മാറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് പോകുന്ന ഭാഗമാണിത്. സ്റ്റെയർ ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അത് നനയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഷീറ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ ബാൽക്കണിയിലാണ്. ഒരു 2 ചെയർ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട്. ടഫ് ആൻഡ് ഗ്ലാസ് തന്നെയാണ് വന്നുള്ളത്. അപ്പോൾ നല്ലൊരു ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. നമ്മളിനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് വരികയാണ്. 3.5 സെൻറ്റ് സ്ഥലത്തിൽ 1400 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK വിത്ത് സെമി ഫർണിഷ്ഡ് ഹൗസ് ആണ്. ഇത് പ്ലിന്ത് ഏരിയ മാത്രമാണ് 1400 സ്ക്വയർ ഫീറ്റ് വരുന്നത്. വർക്ക് ഏരിയയും യൂട്ടിലിറ്റി ഏരിയയും അതുപോലെ പോർച്ചും ഇത് ഇൻക്ലൂഡഡ് അല്ല. അതുകൂടി കൂട്ടാൻ നേരത്ത് സ്ക്വയർ ഫീറ്റ് കൂടും.
ഇതിന് ചോദിക്കുന്ന വില 58 ലക്ഷം രൂപ മാത്രമാണ്. ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയൊരു പ്രോജക്റ്റും കൂടിയാണ്. തൊട്ടടുത്തായിട്ട് രാജഗിരി ഹോസ്പിറ്റൽ ഉള്ളതുകൊണ്ട് തന്നെ റെൻ്റൽ ബിസിനസ്സിന് പറ്റിയൊരു പ്രോജക്റ്റും കൂടിയാണ്. അപ്പം മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.